മഹത്വം അങ്ങന്റെ കോട്ടയും സങ്കേതമായ ഹല്ലേലൂയ മഹത്വം അങ്ങന്റെ നന്മയും പാപങ്ങൾ മാറ്റുന്നു ഹല്ലേലൂയ മഹത്വം അങ്ങന്റെ കോട്ടയും സങ്കേതമായ ഹല്ലേലൂയ മഹത്വം സ്വർഗീയ തീരത്തിൽ മുത്തും നിറച്ചിടുന്ന രാജാവിനെന്നും 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 മഹത്വം. 4-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം, സകല ജാഗ്രതയോട് കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുക, അതിലൂടെ വികടം നിങ്ങൾ നിന്ന് അകറ്റുക. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ വചനം പറയുന്നത് സകല ജാഗ്രതയോടെ നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളണം. വചനം അതിലല്ലോ ജീവന്റെ ഉത്ഭവം അതിനല്ലോ ആകുന്നത്. ഈ വാക്യം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വാക്യം വായിക്കുമ്പോൾ വായുടെ വക്രത നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുക, അതിലൂടെ വികടം നിങ്ങളിൽ നിന്ന് അകറ്റുക. ഹൃദയത്തിനും വായിനും എന്തുണ്ട്? ബന്ധമുണ്ട്. ലൂക്കോസ് 6-ാം അധ്യായം അതിന്റെ 45-ാം വാക്യം വായിച്ചോ. ഹൃദയത്തിനും വായിനും ബന്ധമുണ്ട്. വായിച്ചോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞല്ലോ വായ് പ്രസ്താവിക്കുന്നത്. അപ്പോ ഹൃദയത്തിനും വായിനും എന്തുണ്ട്? ബന്ധമുണ്ട്. അതെന്താണ് ബന്ധം? ഇവിടെ എന്തൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എവിടെ വരും? നമ്മുടെ വായിൽ. അതുകൊണ്ടാണ് വചനം നല്ല മനുഷ്യൻ നല്ലത് സംസാരിക്കുന്നത്, പക്ഷെ ദുഷ്ടൻ ഇത് ചെയ്ത് തിന്മ ദോഷം സംസാരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചീത്ത വിളിക്കുകയാണെങ്കിൽ അത് എവിടെ വന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട്. എന്താണ്? നിങ്ങൾ വായിലൂടെ ചീത്ത വിളിച്ചത് എവിടെ ഉണ്ട്? നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ചീത്തയുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ അകത്ത് വസിക്കുമോ? നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ട്? നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ ഹൃദയവും വായിക്കും എന്തുണ്ട്? ബന്ധമുണ്ട്. ചില സമയം നമുക്കൊരു വ്യക്തി ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ വായ കൊണ്ട് പറയത്തില്ല, ആണാ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ പറയും. അതും എവിടെ വന്നത്? ഹൃദയത്തിലാണ്. അപ്പോ വചനം പറയും നിങ്ങളുടെ ഹൃദയം എങ്ങനെ ആയിരിക്കണം. ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏത് കാര്യവും നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുമെങ്കിൽ അവിടെ ദൈവത്തിന് സ്ഥാനം ഇല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിങ്ങളിൽ വസിക്കത്തില്ല. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെട്ട നിങ്ങളിലാണോ നമ്മുടെ ഹൃദയം കാപട്യം നിറഞ്ഞതും അഴുക്കും വൈരാഗ്യം വിദ്വേഷം സകലതും നമ്മുടെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്താണ് ചെയ്യുന്നത്? നാം ദൈവത്തെ ആരാധിക്കണം. ദൈവം പ്രസാദിക്കുമോ? ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ആവശ്യമില്ലാതെ നമ്മൾ ഹൃദയത്തിൽ കേട്ടത് ആദ്യം എന്ത് ചെയ്യണം? ചീത്ത വിളിയെ നിർത്തണം. ആരൊക്കെ ചീത്ത വിളിക്കുന്നുണ്ടോ അവർ നിർത്തണം. ചീത്ത വിളി നിൽക്കാതെ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കാം, പക്ഷെ ദൈവം നിങ്ങളുടെ കൂടെ കാണുമെന്ന് ഇല്ല. ദൈവമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ, ആപത്തുകൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ വരെ സംഭവിക്കും. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടോ വേണ്ടിയ വണ്ണം ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ ഞാൻ പറയട്ടെ, അത് മുഖാന്തരം നിങ്ങൾക്ക് നന്മ കിട്ടത്തില്ല, ദോഷം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. സകല ജാഗ്രതയിൽ കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ദൃശ്യവാക്യം 18-20. ഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല,
വിരനാവുള്ളവൻ ആപത്തിൽ അകപ്പെടും. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം അല്പം പോലും മാറ്റമില്ലാത്തത്. വക്ര ഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെ നന്മ കണ്ടില്ലെങ്കിൽ പ്രശ്നം എവിടെയാണ്? എനിക്ക് തന്നെ പ്രശ്നം. നാം വേണ്ടിയ വണ്ണം ദൈവത്തിന് എന്റെ ഹൃദയത്തിൽ കൊടുക്കാൻ വേണ്ടിയ സ്ഥാനം ഞാൻ ഇതുവരെ ശരിയായി തന്നിട്ടില്ലെങ്കിൽ, ഞാൻ ലോകപ്രകാരമായി ഞാൻ ജീവിക്കുമെങ്കിൽ, ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിക്കാതെ ലോക മനുഷ്യപ്പോൾ ഞാൻ ജീവിക്കുമെങ്കിൽ, ഞാൻ ഇങ്ങനെപ്പെട്ട മനുഷ്യൻ വക്രത ഹൃദയമുള്ള മനുഷ്യനാണ്. അങ്ങനെ ദൈവത്തിന് നന്മ കിട്ടുമോ? അപ്പൊ നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണം? ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്. വായിച്ചോ, സങ്കീർത്തനം 139 സങ്കീർത്തനം അതിന്റെ 23 വാക്യം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണം. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. ആദ്യം പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, എന്നെ ശോധന ചെയ്യണോ, എന്റെ ഹൃദയത്തെ നീ അറിയണോ. 2, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ എന്ത് ചെയ്യണോ? അറിയണം. ഹൃദയത്തെ അറിയണോ, എന്റെ നിലവുകളോ ആരറിയണോ? നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ദോഷം തന്നെ. നന്മ എപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണോ? ദാവീദ് എന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. അടുത്തത്, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണം. ആർക്കറിയാം നമ്മുടെ നിലവുകളും നമ്മുടെ ഹൃദയത്തെ? ആർ കാണുന്നത്? ദൈവം കാണും. അതുകൊണ്ടാണ് ദൈവം ദാവീദിനെ കുറിച്ച് ചെയ്ത് സാക്ഷ്യം പറഞ്ഞത്. എന്താണ്? എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദൈവം തന്നെ സാക്ഷ്യം പറയുവാൻ ഇടയെങ്കിൽ, അപ്പൊ അവന്റെ ഹൃദയം എങ്ങനെയുള്ള ഒരു ഹൃദയമായി ആയിരുന്നത്? ദൈവം തന്നെ ദാവീദിനെ കുറിച്ച് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് സാക്ഷ്യം കൊടുക്കണമെങ്കിൽ, അവൻ ദൈവത്തിന് മുൻപായി അവന്റെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമായിരുന്നു? ദൈവത്തിന് മുൻപായി നിഷ്കളങ്കവും. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണം, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ നീ അറിയണം. നമുക്ക് ദൈവം നമ്മളെ ശോധന ചെയ്താൽ നാം നിൽക്കാൻ കഴിയുമോ? നാം ദൈവസ്ഥലം നിൽക്കുമ്പോൾ ദൈവം നമ്മളെ ശോധന ചെയ്യുമെങ്കിൽ, ദൈവം നമ്മളെ പരീക്ഷിക്കുമെങ്കിൽ, നമുക്ക് ദൈവത്തിന് മുൻപായി നിൽക്കുവാൻ കഴിയും. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം എങ്ങനെയായിരിക്കണോ? ശുദ്ധമുള്ളതായി അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ടതായി ആയിരിക്കണം. നാം ഇന്നത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദാവീദ് ഞങ്ങൾ പ്രാർത്ഥിച്ച്, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണം. നിനക്ക് മുൻപായി എന്റെ ഹൃദയം എങ്ങനെ ഇരിക്കണോ? എല്ലായ്പ്പോഴും എന്റെ ഹൃദയത്തെ ശോധന ചെയ്യണം. ദൈവം എന്നിൽ വസിക്കണം. ഞാൻ ദൈവത്തിന്റെ സ്വഭാവം എന്നിൽ വെളിപ്പെടണം. ഇന്നും എനിക്ക് ദേഷ്യ സ്വഭാവം ഉണ്ടെങ്കിൽ ദേഷ്യം വരും. പക്ഷെ നാം അത് പിടിച്ചടക്കില്ലെങ്കിൽ പാപത്തിലോട്ട് കടന്നു പോകും. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്. പക്ഷെ ഇത് എല്ലായ്പ്പോഴും ആവർത്തിക്കരുത്. നാം വിശ്വാസത്തിൽ വന്നിട്ട് 5 വർഷം 10 വർഷം നാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ തന്നെ ഉയർത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്വഭാവങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. എന്തുകൊണ്ട് മാറാത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ശുദ്ധമായി ഇല്ല. ദൈവം വസിക്കുന്നില്ല. ദൈവം വസിക്കുവാൻ നാം അനുവദിക്കുന്നില്ല. വചനം സകല ജാഗ്രതയോടുകൂടെ നിങ്ങൾ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നോ ആകുന്നത്. വായുടെ വക്രത നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുക. അധരങ്ങളുടെ വികടം നിങ്ങളിൽ നിന്ന് അകറ്റുക.
അപ്പൊ നമ്മൾ ഹൃദയത്തിന് വായിന് എന്തുണ്ട്? ബന്ധമുണ്ട്. നമ്മുടെ വായ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം, നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞല്ലോ വായ് പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സംസാരം സൂക്ഷിക്കുക. നിങ്ങൾ സംസാരിക്കുന്ന ഒവ്വൊരു വാക്കും ആർ കേൾക്കുന്നുണ്ട്? ദൈവം കേൾക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ നിലവിൽ കൊണ്ടുവന്നാലോ, നമ്മുടെ മനസ്സിൽ സംസാരിച്ചാലും ആർ കേൾക്കും? ദൈവം കേൾക്കും. നിങ്ങൾ മനസ്സിൽ സംസാരിച്ചാൽ ആരും അറിഞ്ഞില്ല നിങ്ങൾ വിചാരിക്കും, ஆனால் അറിയുന്ന ദൈവമൊന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ അറിയുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക, നിങ്ങളുടെ സംസാരം സൂക്ഷിക്കുക. ദൈവം നിങ്ങൾ വസിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ദൈവത്തിന്റെ നന്മകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവം ഈ വചനം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.